വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ നല്ലത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ദൈവം പ്രപഞ്ചത്തെയും അതിലുള്ളതിനെയും സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. അവന്റെ എല്ലാ സൃഷ്ടികളും അവൻ നല്ലതായി കണ്ടെത്തി. 6-ാം ദിവസം അവൻ സൃഷ്ടിയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയപ്പോൾ അവൻ തന്റെ സൃഷ്ടികളിൽ സന്തോഷിക്കുകയും അവ വളരെ മികച്ചതായി കാണുകയും ചെയ്തു. ഇന്നും അവൻ സൃഷ്ടിക്കുന്നത് തുടരുന്നു. അവന്റെ എല്ലാ സൃഷ്ടികളും അവന്റെ കൺമുൻപിലാണ്. അവൻ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. ഓ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമ്പത്തിന്റെയും ആഴം എന്ന് റോമർ 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം ഭൂമിയുടെ അടിത്തറയിട്ടിട്ട് അതിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരും അത് നല്ലതാണെന്ന് കണ്ടെത്തി അതിൽ സന്തോഷിച്ചു. ദൈവപുരുഷനായ ഇയ്യോബ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. അപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് പാടി ദൈവപുത്രന്മാരെല്ലാം ആർത്തു വിളിച്ചു എന്ന് ഇയ്യോബ് 38-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇന്നും ഭൂമിയിലെ എല്ലാ സൃഷ്ടികളും സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്ന്. സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ സൃഷ്ടികളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സങ്കീർത്തനം 104-ാം അധ്യായം 24-ാം വാക്യത്തിലും 31-ാം വാക്യത്തിലും ഇപ്രകാരം പറയുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയെയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന്. യഹോവയുടെ മഹത്വം എന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ എന്നും കാണാൻ സാധിക്കും. ദൈവമക്കളെ, കർത്താവ് തന്റെ സൃഷ്ടികളെയെല്ലാം നല്ലതാണെന്ന് കണ്ടെത്തിയതുപോലെ നാമും അവന്റെ ശാശ്വതമായ നന്മയെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവനെ സ്തുതിക്കുകയും നന്ദി പറയുകയും വേണം. ദൈവം നല്ലതെന്ന് കണ്ടെത്തുന്ന എല്ലാ ദിവസങ്ങളും തീർച്ചയായും നമുക്ക് നല്ല ദിവസങ്ങളാണ്. ഈ ലോകത്തിലെ ആളുകൾ ചില ദിവസങ്ങളെ അശുഭകരമായ കാര്യങ്ങളായും അല്ലെങ്കിൽ മോശമായ ദിവസങ്ങളായും കണക്കാക്കുന്നു. നാം ഒരിക്കലും അത്തരം ശീലങ്ങളിൽ ഏർപ്പെടുകയും ദൈവകോപത്തിന് പാത്രമാവുകയും ചെയ്യരുത്. എല്ലാ ദിവസവും ദൈവം സൃഷ്ടിച്ചതാണ്. അതിനായി നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വേണം. അപ്പോസ്തലനായ പൗലോസ് 1 തീമോഥെയോസ് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും നല്ലതാണ്, നന്ദിയോടെ സ്വീകരിക്കുകയാണെങ്കിൽ ഒന്നും നിരസിക്കേണ്ടതില്ല എന്ന് കാണാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും കർത്താവിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായി കാണപ്പെടട്ടെ. ഈ ഭൂമിയിൽ ദൈവഹിതത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും നല്ലതും പ്രയോജനകരവുമായി ചെലവഴിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 4-ാം വാക്യം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 25, 26, 27 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 9-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.